റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടി വേണ്ട എന്ന പാർട്ടി തീരുമാനം അന്തിമമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ റിപ്പോർട്ടറിനോട്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണ്ടിവന്നാൽ നടപടി സ്വീകരിക്കും. തെറ്റിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് നോക്കണം. പരിശോധിക്കാൻ പാർട്ടി കമ്മിറ്റിയുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് സംഘടനാപരമായ രീതിയുണ്ടെന്നാണ് TP രാമകൃഷ്ണന്റെ മറുപടി. ഒന്ന് കേട്ടുവരാം. CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായിട്ട് പത്മകുമാറിനെ സഹായിക്കുന്നതിനോ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും ഒരു നടപടിയും ഗവൺമെൻറ്റോ പാർട്ടിയോ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. പരിശോധന നടന്നു വരികയാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അത്തരം നടപടികളിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരണം. അത്രേ എൻ്റെ പ്രശ്നമുള്ളൂ. പാർട്ടി തലത്തിലുള്ള നടപടിക്രമങ്ങൾ അതെ ഈ നിലപാട് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, കേരളത്തിന് മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുറ്റവാളിയെ രക്ഷിക്കില്ല. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല. ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക. ഈ പാർട്ടി തല നടപടിക്രമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കമ്മിറ്റിയാണോ പരിശോധിക്കുന്നത്? അങ്ങനെ അതല്ല, അതിന് ഞങ്ങൾക്കൊരു സംഘടനാപരമായ രീതിയുണ്ട്. CPIM ഒരു ഭരണഘടന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതിൽ എല്ലാ ഒരു മെമ്പർക്കുള്ള അവകാശം അതിനകത്ത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം നിലപാടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംഘടനാപരമായി ശരിയായ നിലപാടിലേക്ക് പോകും. പാർട്ടി ഭരണഘടന അതായത് ഇപ്പോൾ പുറത്താക്കേണ്ടതില്ല എന്നതൊരു അന്തിമമായ തീരുമാനമല്ല. അല്ലല്ല, അത് അദ്ദേഹത്തിൻ്റെ തെറ്റിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരാളുടെ പേരിൽ കുറ്റാരോപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കുറ്റവാളിയാവുന്നില്ല. അത് അന്വേഷണത്തിലൂടെ വ്യക്തത വരുത്താനുള്ളൊരു പ്രശ്നമാണ്. വരുത്താനുള്ള പ്രശ്നമാണ്. അത് വരുന്ന മുറയ്ക്ക് CPIM ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. അത് ഈ ആരെ കാര്യത്തിൽ അങ്ങനെ, ഇനി ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടാനുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അത് തന്നെയാണ്.